വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 വലിയ സവാള, ഒരു വലിയ തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞു വെക്കണം. ഇതിപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യം ഒരു 4 ഏലക്ക, 6 ഗ്രാമ്പൂ, പിന്നെ ഷാജീര എന്നും പറഞ്ഞിട്ടൊരു സംഭവം കിട്ടുമല്ലോ, അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഞാൻ മറ്റേ ബ്ലാക്ക് കാർഡമം ഉണ്ടല്ലോ, കറുത്ത ഏലക്കയും കൂടെ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ലിസ്റ്റിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഇതിലേക്ക് 4 കാശ്മീരി മുളക് നമ്മളൊന്ന് കഴുകിയിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ. അപ്പോൾ അങ്ങനെ കാശ്മീരി മുളക് പൊടി ഇടുന്നതിന് വരെ ഈ മുളക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഗ്രേവിക്ക് നല്ലൊരു കളറുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 15 അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാഷ്യൂനട്ട്. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇത്ര ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, കാരണം ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു രുചിയും വരും. അപ്പോൾ ഇത് അല്പം ഉപ്പൂടി ഇട്ടിട്ട് ഇത് വഴറ്റി കുറച്ച് നേരം കണ്ടിന്യൂസ് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് പിന്നെ തുറന്ന് ഇളക്കി അങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഭയങ്കരമായിട്ട് വെള്ളം വേണ്ട, ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് എന്തായാലും ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബട്ടർ ചിക്കൻ എപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിൽ എനിക്കിഷ്ടം ഈ ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം വലിയ എരിവുള്ള ഒരു ഡിഷ് അല്ലല്ലോ, കുറച്ചൊരു മൈൽഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് എരിവ് വേണം താല്പര്യമുള്ളവർക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിനകത്തിടുന്ന പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം, എങ്ങനെ വേണേൽ ചെയ്യാം. സാധാരണ നമ്മൾ ബട്ടർ ചിക്കൻ മൈൽഡ് ആയതുകൊണ്ട് ഞാൻ എരിവ് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, ഇത് ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല, പക്ഷേ ഇത് നമുക്ക് ഈ വേവുന്ന വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ അടച്ച് ഒറ്റ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പ്രഷർ പോയി കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആവശ്യമുള്ളേ. ഇതിന് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറി കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും പിന്നെ അതിലും വലിയ ടേസ്റ്റ് വരുന്നു, അതിനകത്ത് ഒന്നും ചേർക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് പറയണേ. കാരണം ഞാൻ വെറുതെ പറയല്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നില്ല. ഇപ്പം എൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിൽ അവർ പറയും ബട്ടർ ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി, അതാ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പോൾ അതിന് ബട്ടർ നല്ലോണം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ ഇട്ട് കൊടുക്കണം. അതിൽ പിശുക്ക് കാണിക്കണ്ട കേട്ടോ, വല്ലപ്പോഴും അല്ലേ നമ്മളിത് കഴിക്കുന്നുള്ളൂ. അപ്പോൾ കിടക്കട്ടെ കുറച്ച് ബട്ടറൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയതാണ് ഇതിൽ. പക്ഷേ എന്നാലും നമ്മുടെ ഈ മസാല ഈ ബട്ടറിൽ കിടന്നൊന്ന് വഴണ്ട് ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. വരുമ്പം ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും ഒക്കെ ഇറങ്ങി നല്ലൊരു മണവും രുചിയും ഒക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളവും മറ്റേ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ മസാലയിലോട്ട് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. കാരണം ഈ ഗ്രേവി ചിക്കൻ്റെ സത്തെല്ലാം ഗ്രേവിയിലോട്ട് ഇറങ്ങണം, ഗ്രേവി ആ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അത്രയും ഒരു സമയം വേണം. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമ്മളൊരു 5-10 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് സാധാരണ എല്ലാവരും ഫ്രഷ് ക്രീമാണല്ലോ ചേർക്കുന്നത്. ഞാൻ ഫ്രഷ് ക്രീമല്ല, ഞാൻ 1 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം വീട്ടിലില്ല എന്നുള്ളവർ 1 കപ്പ് പാല് ചേർത്താലും മതി, ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് തണുത്ത പാലെടുത്ത് കറിയിൽ ഒഴിക്കല്, ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പം ഒന്ന് വെളിയിൽ വെച്ച് പാലിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ടേ ഒഴിക്കാവുന്നേ ഉള്ളൂ. ഫ്രഷ് ക്രീം ഉള്ളവർ അത് ചേർത്തോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ലാസ്റ്റായിട്ട് കസൂരി മേത്തിയും കൂടി ഇട്ട് ഇളക്കി വാങ്ങിയാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ബട്ടർ ചിക്കൻ റെഡി. ഞാൻ വെറുതെ പറയല്ല, ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റിയാണിത്. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കലും വെളിയിൽ നിന്ന് വാങ്ങുകയല്ല കേട്ടോ ബട്ടർ ചിക്കൻ.
അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചാനൽ കണ്ട് ഇഷ്ടമാവുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീണ്ടും വേറെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ലവ് യു ഓൾ. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ലവ് യു, ബൈ.